ഹായ് ഹലോ നമസ്തേ. അപ്പോൾ നമ്മുടെ ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റാണ് ഡേ 1. പ്രത്യേകിച്ച് പറയാനുള്ളത് ക്യാപ്റ്റനായിട്ട് കോമണറായിട്ട് വന്ന അനീഷ് ടീനെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അത് ബിഗ് ബോസ് ഒരു ടെസ്റ്റ് കൊടുത്തിട്ടോ അവരോട് പറഞ്ഞു ക്യാപ്റ്റൻ ആകുന്നതിന് വേണ്ടിയിട്ട് യോഗ്യതയില്ല, ക്യാപ്റ്റനാകാൻ യോഗ്യതയില്ലാത്ത ഒരാളുടെ പേര് പറയാൻ പറഞ്ഞപ്പോൾ കൂടുതൽ പേര് സെലക്ട് ചെയ്തത് അനീഷിനെയാണ്. അതിനൊരു ടാസ്ക് കൊടുത്തിരുന്നു, ഷേവിങ് ഫോം ഫേസിൽ തേച്ചിട്ട് നമ്മളതിൻ്റെ റീസൺ പറയണം. അപ്പോൾ അങ്ങനെ ആളുകളൊക്കെ കൂടുതൽ കണ്ടസ്റ്റൻസ് തിരഞ്ഞെടുത്ത ആൾ അനീഷാണ്. അനീഷിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ആൾ സ്ത്രീവിരുദ്ധനായിട്ടാണ് വന്നിരിക്കുന്നത്. ടാഗ് ലൈൻ സ്ത്രീവിരുദ്ധൻ എന്നാണ്. അപ്പോൾ വന്നപ്പോൾ മുതൽ ഇങ്ങനെ ആരെന്ത് പറഞ്ഞാലും ഒരു അറ്റാക്കിംഗ് മോഡിലേക്ക് പോയിട്ട് എല്ലാവരെയൊക്കെ മാക്സിമം വെറുപ്പിച്ച് വെച്ചിരുന്നു കക്ഷി. അതുകൊണ്ട് തന്നെ പ്രതീക്ഷിച്ചതുപോലെ ക്യാപ്റ്റനാകാൻ യോഗ്യത ഇല്ലാത്ത ആളുടെ പേര് പറയാൻ പറഞ്ഞപ്പോൾ കൂടുതൽ പേരും അനീഷിൻ്റെ പേരാണ് പറഞ്ഞത്. അപ്പോൾ അവിടെയാണ് ബിഗ് ബോസ് 7ന്റെ പണി തുടങ്ങിയത്. ബിഗ് ബോസ് പറഞ്ഞു ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ, 7ന്റെ പണിയല്ലേ വരുന്നത്, അതുകൊണ്ട് തന്നെ നിങ്ങൾ യോഗ്യതയില്ല എന്ന് പറഞ്ഞ ആളെയാണ് ക്യാപ്റ്റൻ ആക്കുന്നതെന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസ് ക്യാപ്റ്റനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മുടെ കോമണർ അനീഷ് ടിയെ. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല, ആസ് യൂഷ്വൽ കാര്യങ്ങളൊക്കെ പോകുന്നു. എനിക്ക് കുറച്ച് അവിടെ ഇവിടെയൊക്കെ ഓരോ പൊട്ടലും ചീറ്റലുകളൊക്കെ ഒഴിവാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നിയതൊരു ബോറിങ്. പിന്നെ ഫസ്റ്റ് ഡേ തന്നെ ഇവരൊക്കെ ഇങ്ങനെ നൈറ്റ് സ്യൂട്ടിൽ ഇങ്ങനെ നടക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു ഒരു സുഖമില്ലായിക അല്ലേ. ഇവർക്കൊരു കുളിച്ച് വൃത്തിയായി മേക്കപ്പ് ഒക്കെ ഇട്ട് നിന്നിരുന്നെങ്കിൽ കുറച്ചുകൂടി ഒരു പ്രസൻറ്റബിളായിട്ടൊക്കെ നിന്നിരുന്നെങ്കിൽ നന്നായിരുന്നത് തോന്നി. അതല്ലാതെ എന്താ പറയുക, രേണുസുധിയുടെ ഒരു പാട്ടുണ്ടായിരുന്നു, ടാസ്ക് ലെറ്റർ വായിച്ച് നമ്മുടെ അപ്പാനി ശരത്താണ്. അപ്പം അങ്ങനെ ഒരു ബോറിംഗ് ഡേ ആണ് ഇതുവരെ ബിഗ് ബോസ്. പക്ഷെ ഫസ്റ്റ് ഡേ അല്ലേ, അപ്പം കുറച്ച് സ്ലോ ആയിട്ടായിരിക്കും പോകുന്നത്. പിന്നെ ബിഗ് ബോസ് തന്നെ എണീറ്റ് വന്നത് എനിക്ക് തോന്നുന്നു 12 മണിയൊക്കെ ആയി, അതായത് ഒരു 11 മണി ഒക്കെ ആ ഒരു ടൈമിലാണ് ലൈറ്റ്സ് ഓൺ തന്നെ ആയത്, മ്യൂസിക് വന്നതൊക്കെ. അപ്പം മൊത്തത്തിലൊരു വൈബെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഉന്മേഷക്കുറവായിരുന്നു. പക്ഷേ എങ്കിലും എല്ലാവരും മാക്സിമം ശ്രമിക്കുന്നുണ്ട്. കുറച്ച് പേരൊക്കെ നല്ല എനർജറ്റിക് ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് ആണ്. ഇപ്രാവശ്യം എടുത്തു പറയേണ്ട ഒരു കാര്യം, നല്ല കുറച്ച് കണ്ടസ്റ്റൻസ് ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി വരും ദിവസങ്ങളിൽ കുറച്ചൊരു 2 വീക്സൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു 1 വീക്കൊക്കെ ആകുമ്പോഴേക്കും ഗെയിമൊക്കെ കുറച്ചുകൂടി ഉഷാറാകും എന്ന് വിചാരിക്കുന്നു. അപ്പം ഇതുവരെയുള്ള അപ്ഡേറ്റ്സ് ഇതാണ്. താങ്ക് യു.